ഹലോ, എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി ഡ്രൈ റോസ്റ്റ് ആണ്. അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയാണ്, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 6-7 പച്ചമുളക് രണ്ടായി പൊളന്നതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയ ശേഷം അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 2 സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒത്തിരി മൂത്ത് വരുവൊന്നും വേണ്ട. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. ഇപ്പം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചേർത്ത് കൊടുത്ത പൊടി പെരിഞ്ചീരകം, കുരുമുളക്, ഏലക്ക, ജീരകം എല്ലാം കൂടെ വറുത്തിട്ട് അതൊന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കയിറച്ചിയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറിയ കക്കയിറച്ചിയാണ്, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കാം. ഇനി ഇത് കുറഞ്ഞ തീയിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഓരോ 5 മിനിറ്റിന് ശേഷവും നമുക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇതിനി വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഏകദേശം ഇത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റായി. ഇപ്പോൾ ഉരുളക്കിഴങ്ങും കക്കയിറച്ചിയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരിക്കലും വെന്ത് കുഴഞ്ഞു പോകരുത്, അപ്പോൾ ടേസ്റ്റ് അതിൻ്റെ കുറഞ്ഞു പോകും. ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് മുരിഞ്ഞ് കിടക്കാനേ പാടുള്ളൂ. ഇപ്പം രണ്ടും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അവസാനമായിട്ട് ഒരു ഇത്തിരി കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടിയാണ് ചേർക്കുന്നത്. ഇത്രയും മതി. നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.